بسم الله الرحمن الرحيم وكم أهلكنا من القرون من بعد نوح وكفى بربك بذنوب عباده خبيرا بصيرا من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. മനുഷ്യത്വം എന്ന വിഷയത്തിലാണ് ഏതാനും കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറബി ഭാഷയിൽ മുറൂഅത്ത്, ഫുതൂവത്ത്, ഇൻസാനിയത്ത് എന്നീ നാമങ്ങൾ മനുഷ്യത്വം എന്ന പ്രയോഗത്തിന്റെ അറബി പദങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെടാറുള്ളത് മുറൂഅത്ത് എന്നുള്ളതാണ്. മനുഷ്യത്വം എന്നുള്ളതിന് മുറൂഅത്ത് എന്നുള്ളതാണ്. മുറൂഅത്തുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ പ്രഭാഷണത്തിലൂടെ കടന്നു പോകുന്നത്. മനുഷ്യത്വം അല്ലെങ്കിൽ മുറൂഅത്ത് എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ആദരിക്കപ്പെടുവാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഒരു ദാർശനികൻ പറഞ്ഞത്, അർറജുലു ദുൽ മുറൂഅ യുകറം അലാ ഗൈരി മാൽ. മുറൂഅത്തുള്ള മനുഷ്യത്വമുള്ള മനുഷ്യൻ ആദരിക്കപ്പെടും, അയാൾ സമ്പന്നനല്ലെങ്കിലും. കൽ അസദി യുഹാബ് വഇൻ കാന റാബിദ.
സിംഹത്തെ പോലെ. സിംഹം കൂട്ടിലടക്കപ്പെട്ടതാണെങ്കിലും സിംഹത്തെ കണ്ടാൽ ആളുകൾക്കൊരു പേടിയാണ്. ഇതുപോലെയാണ് മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ അയാൾക്ക് ഒരു ഗാംഭീര്യം കൽപ്പിക്കും. എന്നാൽ മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ യുഹാൻ, അയാൾ നിസ്സാരവൽക്കരിക്കപ്പെടും. വൈകാന ഖനിയൻ, അയാൾ സമ്പന്നനാണെങ്കിലും ശരി. നായയെ പോലെ. നായ എത്ര നായാടിയാലും വേട്ടയാടിയാലും നായയാണ് ക്രമക്കുമുള്ള. ഇതേപോലെയാണ് മനുഷ്യത്വം നഷ്ടപ്പെട്ട, മനുഷ്യത്വം മരീചികയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ദാർശനികൻ ഖലീൽ ഇബ്നയുടെ ഓദറായ ഇബ്നുൽ മുഖഫ പറഞ്ഞത് മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട്. അപ്പൊ മനുഷ്യത്വം മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് നിസ്ബത്ത് ചെയ്ത് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചത് ഇപ്രകാരം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുആവിയ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മുറൂഅത്തിനെ കുറിച്ച് ചോദിച്ചു എന്നാണ്. എന്താണ് മുറൂഅത്ത്? മനുഷ്യത്വം. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തഖ്വല്ലാഹ് വസിലത്തുർ റഹീം. അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ഒരാൾ ജീവിക്കലാണ് കുടുംബ ബന്ധം ചാർത്തലുമാണ്. അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കലും കുടുംബ ബന്ധം ചാർത്തലുമാണ് മുറൂഅത്ത് എന്ന് ഉമർ റളിയല്ലാഹു തആല പ്രതികരിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് മുറൂഅത്ത്? അപ്പോ മുഗീറ പറഞ്ഞു, ഹിയൽ ഇഫ്ഫതു അമ്മാ ഹറമല്ലാഹ് വൽ ഹിർഫതു ഫീമാ അഹല്ലല്ലാഹ്. അൽ ഇഫ്ഫ അമ്മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതിൽ നിന്ന് ഒരാൾ പതിവ്രതൻ, പരിശുദ്ധിയിൽ കഴിയലാണ്. വൽ ഹിർഫതു അമ്മാ ഫീമാ അഹല്ലല്ലാഹ്, അല്ലാഹു ഹലാലാക്കിയതിൽ ഒരാൾ വ്യാപൃതനാകലാണ്. അപ്പൊ അള്ളാഹു ഹലാലാക്കിയതിൽ ഒരാൾ വ്യാപൃതനാവുക, അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് ഒരാൾ പരിശുദ്ധനാവുക. ഇതാണ് മുറൂഅത്ത് എന്ന് മുഗീറ പറഞ്ഞു എന്നാണ്. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ മകൻ യസീദ് ഇബ്നു മുആവിയയോട് മുറൂഅത്തിനെ കുറിച്ച് ചോദിച്ചു എന്നാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് യസീദ് എന്ന പേരിൽ ഒരു മകനുണ്ട്. യസീദ് വളരെയധികം പ്രതിഭയായിരുന്നു, ബുദ്ധിശാലിയായിരുന്നു. മുആവിയ റളിയല്ലാഹു തആല അൻഹു അറബികളിലെ പ്രതിഭയാണ്, എണ്ണപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ്. യസീദിന്റെ അമ്മ അഥവാ മുആവിയ റളിയല്ലാഹുവിന്റെ ഭാര്യ മൈസൂൻ ഇബ്നു ബഹ്ദൽ അൽ കൽബിയ എന്ന് പറയുന്ന സ്ത്രീ, മൈസൂൻ എന്ന് പറയുന്ന മുആവിയ റളിയല്ലാഹുവിന്റെ ഭാര്യ, ആ മൈസൂനിലാണ് യസീദ് എന്ന കുട്ടി ഉണ്ടാകുന്നത്. വളരെ നിപുണയും അതേപോലെ തന്നെ വളരെ ബുദ്ധി ശക്തിയും പ്രതിഭയുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മൈസൂൺ. അവരുമായി ബന്ധപ്പെട്ട കുറെ ചരിത്രങ്ങൾ കാണാം. ഏതായാലും യസീദിനോട് മുആവിയ റളിയല്ലാഹു അൻഹു മുറൂഅത്തിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ യസീദ് പറഞ്ഞത്, ഹിയ സബ്റു അലൽ ബൽവ. മുറൂഅത്ത്, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കലാണ്. വശുക്റു അലൻ നുഅമ, അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കലാണ്. വൽ അഫ്വു ഇൻദൽ ഖുദ്റ, പ്രതികരിക്കുവാനും പ്രതിക്രിയ നടത്തുവാനും ശേഷിയുള്ളപ്പോൾ വിട്ടുവീഴ്ച ചെയ്യലാണ് മനുഷ്യത്വം. ഇതാണ് യസീദ് ഇബ്നു മുആവിയ മനുഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞത്. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക, അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുക, പ്രതികരിക്കുവാനും പ്രതിക്രിയ നടത്തുവാനും കഴിവും ശേഷിയുമുള്ളപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക. ഈ മറുപടി നൽകിയപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്, അൻത മിന്നി ഹഖ, നീ എൻ്റെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞു എന്നാണ്. മുആവിയ പ്രതിഭയാണ്, അറിയപ്പെട്ട ദാഹിയത്താണ്, അറബികളിൽ എണ്ണപ്പെട്ടവരിൽ ഒരാളാണ് മുആവിയ. അപ്പൊ എന്നിൽ പെട്ടവനാണ്, എന്നിൽ നിന്നുള്ള മകൻ തന്നെയാണ് നീ എന്ന് പറഞ്ഞാൽ ആ നിർവചനത്തെ വിലമതിക്കുകയും മുആവിയ റളിയല്ലാഹു തആല അൻഹു അത് വകവെക്കുകയും ഉണ്ടായി എന്നുള്ളതാണ്. പണ്ഡിതന്മാർ, വിശിഷ്യ ദാർശനികർ മനുഷ്യത്വം എന്നർത്ഥമാക്കുന്ന മുറൂഅത്തിന്റെ ഹഖീഖത്ത്, യാഥാർത്ഥ്യം എന്ത് എന്ന് അന്വേഷിക്കുന്നതിൽ പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്.
അവരിൽ ഒരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ മുറൂഅത്തിന്റെ യാഥാർത്ഥ്യം എന്ത്, അതിന്റെ വസ്തുത എന്ത് എന്ന് അന്വേഷിക്കുന്നതിൽ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വലിയ താത്വികമായ വർത്തമാനാണ്. എന്താണത്? മനുഷ്യത്വം എന്നർത്ഥമുള്ള മുറൂഅത്ത് അത് ഇത്തിസാഫുൻ നഫ്സ് ബി സിഫാത്തിൽ ഇൻസാൻ, മനുഷ്യന്റെ വിശേഷണങ്ങളെ അത് മനസ്സ് സ്വീകരിക്കലാണ്, മനസ്സ് ഉൾക്കൊള്ളലാണ് മുറൂഅത്ത്. എങ്ങനെയുള്ള മനുഷ്യന്റെ വിശേഷണം? അല്ലത്തി ഫാറഖ ബിൽ ഹയവാൻ അൽ ബഹീം വശൈത്താൻ അർ റജീം. ഷൈത്താനുർ റജീമുണ്ട്, അൽ ഹയവാനുൽ ബഹീമുണ്ട്. മിണ്ടാപ്രാണികൾ അല്ലെങ്കിൽ മിണ്ടാപ്രാണികളായ മൃഗങ്ങളുണ്ട്. ശപിക്കപ്പെട്ട ശൈത്താനുണ്ട്. ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്നും മിണ്ടാപ്രാണികളായ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ട്. ഈ സ്വഭാവങ്ങൾ ഒരാൾ സ്വീകരിക്കലാകുന്നു മനുഷ്യത്വം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫഇന്ന ഫിൻ നഫ്സി സലാസതു ദവാഇൻ മുതജാദിബ. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ 3 പ്രേരണകളുണ്ട്. ആ പ്രേരണകൾ ആകർഷണീയമായിട്ടുള്ള പ്രേരണകളാണ്. ദാഇൻ യദ്ഉഹ ഇലൽ ഇത്തിസാഫി ബി അഖ്ലാഖി ശൈത്താൻ. മനുഷ്യ മനസ്സിലുള്ള ഒരു പ്രേരണ ശൈത്താന്റെ വിശേഷണങ്ങളെ സ്വീകരിക്കുവാനുള്ള പ്രേരണയാണ്. ശൈത്താന്റെ കുറെ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ സംശീകരിക്കുവാനുള്ള പ്രേരണയാണ് ഒന്ന് മനുഷ്യ മനസ്സിലുള്ളത്. ശൈത്താന്റെ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഷെയ്ഖുൽ ഇസ്ലാം എണ്ണുകയാണ്. ഒന്ന് മിനൽ കിബർ, കിബറാണ്, അഹങ്കാരം. വൽ ഹസദ്, അസൂയ. വൽ ഉലുവ്, ഔദത്യം. വൽ ബഗി, അതിക്രമം. വശർറ്, തിന്മ. വൽ അദ, ഉപദ്രവം. വൽ ഫസാദ്, കുഴപ്പം. വൽ ഗിശ്, ചതി. ഇതൊക്കെ ശൈത്താന്റെ സ്വഭാവങ്ങളാണ്, ശൈത്താന്റെ സിഫത്തുകളാണ്. അപ്പൊ ഈ സ്വഭാവങ്ങളെ സ്വാംശീകരിക്കുവാനുള്ള ഒരു പ്രേരണ മനുഷ്യ മനസ്സിലുണ്ട്. പിന്നെ അദ്ദേഹം പറയുകയാണ്, ദാഇൻ യദ്ഉ ഇലൽ ഇത്തിസാഫി ബി അഖ്ലാഖി അൽ ഹയവാൻ. മനുഷ്യ മനസ്സിലുള്ള മറ്റൊരു പ്രേരണ മൃഗങ്ങളുടെ സ്വഭാവം സ്വീകരിക്കുവാനുള്ള പ്രേരണയാണ്. വഹുവ ദാഇ ശഹ്വ. മൃഗങ്ങളിലുള്ള സ്വഭാവം എന്താ? അത് ഷഹ്വത്താണ്, ഷഹ്വത്താകുന്ന പ്രേരണയാണ്, വികാരപൂർത്തീകരണം. എന്ത് കണ്ടാലും പുറം കയറുക എന്നുള്ള ഒരു സ്വഭാവം, അതാണ് മൃഗങ്ങളിൽ മികച്ച ഒരു സ്വഭാവം. അപ്പൊ അത് സംശീകരിക്കുക എന്നുള്ള ഒരു പ്രേരണ മനുഷ്യ മനസ്സിലുണ്ട്. വദാഇൻ, മനുഷ്യ മനസ്സിന് മറ്റൊരു പ്രേരണയുണ്ട്. യദ്ഉഹ ഇല അഖ്ലാഖിൽ മലക്. ആ പ്രേരണ മനുഷ്യനെ ക്ഷണിക്കുന്നത് മലക്കുകളുടെ സ്വഭാവം സ്വീകരിക്കാനാണ്. എന്താ മലക്കുകളുടെ സ്വഭാവം? മിനൽ ഇഹ്സാൻ, സുഹൃതം ചെയ്യുക. വന്നുസ്, ഗുണകാംക്ഷയിൽ പെരുമാറുക. വൽ ബിർ, പുണ്യം ചെയ്യുക. വൽ ഇൽം, അറിവ് നേടുക. വത്താഅ, വഴിപ്പെടുക. ഇതൊക്കെ മലക്കുകളുടെ സ്വഭാവമാണ്. ഈ മലക്കുകളുടെ സ്വഭാവം സ്വീകരിക്കുവാനുള്ള പ്രേരണ അതും മനുഷ്യ മനസ്സിലുണ്ട്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറയുന്നത്, ഫഹഖീഖത്തുൽ മുറൂഅത്തി, മനുഷ്യത്വത്തിന്റെ യാഥാർത്ഥ്യം, ബുഗ്ദു ദൈനി കദ്ദാഇയൈനി, ആദ്യം പറഞ്ഞ 2 പ്രേരണകളെയും അതിനോട് ദേഷ്യമുള്ളവനായി, അതിനോട് കോപമുള്ളവനായി, വതവജ്ജുഹു ലിദഅവതിഹിമാ ഐന കാനത്. ബുഗ്ദു ദൈനി കദ്ദാഇയൈനി അഥവാ ആദ്യം പറഞ്ഞ 2 സ്വഭാവം, ഒന്ന് ശൈത്താന്റെ സ്വഭാവം, മറ്റൊന്ന് മൃഗങ്ങളുടെ സ്വഭാവം, അതിനോട് രണ്ടിനോടും കോപം വെച്ച് പുലർത്തുക. വ ഇജാബത്തു ദാഇ അസാലിസ്, മൂന്നാമത്തെ പ്രേരണ അതിന് ഉത്തരം നൽകുക. ഇതാണ് മുറൂഅത്തിന്റെ യാഥാർത്ഥ്യം. മനുഷ്യത്വത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ സ്വഭാവങ്ങളെയും മൃഗീയ സ്വഭാവത്തെയും ഒരാൾ വർജിക്കുക, അതിനോട് കോപമുള്ളവനായി, ഈറയുള്ളവനായി കഴിയുക. മൂന്നാമത്തെ സ്വഭാവം, അതാണ് മലക്കുകളുടെ സ്വഭാവം, അതിന് ഉത്തരമേകി ജീവിക്കുക. ഇതാണ് മനുഷ്യത്വത്തിന്റെ യാഥാർത്ഥ്യം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഖില്ലത്തുൽ മുറൂഅത്തി വഅദമിഹ, ഒരാളുടെ മുറൂഅത്ത് കുറയുന്നത്, മനുഷ്യത്വം കുറയുന്നത്, അത് അയാളിൽ ഇല്ലാതാകുന്നത് എപ്പോഴാണ്? അതെങ്ങനെയാണ്? ഹുവൽ ഇസ്തിർസാലു മഅ ദൈനി കദ്ദാഇയൈനി, ആദ്യം പറഞ്ഞ 2 സ്വഭാവങ്ങളുടെ പിന്നാലെ കൂടുമ്പോഴാണ്.
വത്തവജ്ജുഹു ലിദഅവതിഹിമാ ഐന കാനത്. പൈശാചിക സ്വഭാവവും മൃഗീയ സ്വഭാവവും എവിടൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ പിന്നാലെ കൂടെ. ഇങ്ങനെയാകുമ്പോൾ ഒന്നുകിൽ മനുഷ്യത്വം കുറഞ്ഞു കുറഞ്ഞു വരും, എന്നിട്ട് മനുഷ്യത്വം ഇല്ലാതാകും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫൽ ഇൻസാനിയത്തു വൽ മുറൂഅത്തു വൽ ഫുതുവ. ഇൻസാനിയത്ത്, മുറൂഅത്ത്, ഫുതുവത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. കുല്ലുഹ, അതെവിടെയാണ്? എല്ലാം ഫി ഇസ്യാനി ദാഇയൈനി, ആദ്യം പറഞ്ഞ രണ്ട് സ്വഭാവങ്ങളോട് എതിര് നിൽക്കുകയും വ ഇജാബത്ത് ദാഇയ സാലിസ്, മൂന്നാമത്തെ പ്രേരണക്ക് ഉത്തരം നൽകുകയും ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ ക്ഷണിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുക, മൃഗീയ സ്വഭാവങ്ങളും പൈശാചിക സ്വഭാവങ്ങളും തന്നെ ക്ഷണിക്കുമ്പോൾ അതിനോട് എതിരിടുക, അതിന് ഉത്തരം നൽകാതിരിക്കുക. ഇതിലാണ് മുറൂഅത്ത് മുഴുവനും അടങ്ങിയിട്ടുള്ളത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് മനുഷ്യത്വം? അതിൻ്റെ യാഥാർത്ഥ്യം, മനുഷ്യരെ ക്ഷണിക്കുന്ന 3 പ്രേരണകളുണ്ട്. ഒന്ന് തീർത്തും പൈശാചികമാണ്, മറ്റൊന്ന് മൃഗീയമാണ്. ഇതിനോട് രണ്ടിനോടും രാജിയാവുക, എതിരാവുക. എന്നാൽ മനുഷ്യനെ ക്ഷണിക്കുന്ന മാലാഖമാരുടെ, മലക്കുകളുടെ സ്വഭാവങ്ങളുണ്ട്. അതിന് ഒരാൾ ഉത്തരമേകുകയും അത് സ്വഭാവമായി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില സലഫുകൾ പറഞ്ഞു, ഖലഖല്ലാഹുൽ മലായികത ഉഖൂലൻ, മലക്കുകളെ അള്ളാഹു വിവേകമുള്ളവരായിട്ടാണ് പടച്ചത്. ബിലാ ശഹ്വ, മലക്കുകൾക്ക് ഇച്ഛയില്ല. വഖലഖൽ ബഹായിമ ശഹ്വതൻ, അള്ളാഹു മിണ്ടാപ്രാണികളെ, മൃഗങ്ങളെ പടച്ചത് വികാരജീവികളായിട്ടാണ്. ബിലാ ഉഖൂൽ, അവർക്ക് ബുദ്ധിയില്ല. വഖലഖ ഇബ്ന ആദം, അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു, വറക്കബ ഫീഹിൽ അഖ്ല വശഹ്വ, അതിൽ ബുദ്ധിയും പടച്ചു, ഷഹ്വത്തും പടച്ചു. മലക്കുകളെ പഠിച്ചപ്പോ അഖല് കൊടുത്ത്, ഷഹ്വത്തില്ല. മൃഗങ്ങളെ പഠിച്ചപ്പോ അഖല് കൊടുത്തില്ല, പക്ഷെ ഷഹ്വത്ത് കൊടുത്ത്. മനുഷ്യരെ പഠിച്ചപ്പോഴോ അഖലും കൊടുത്ത്, ഷഹ്വത്തും കൊടുത്ത്. എന്നിട്ട് ഫമൻ ഗലബ അഖ്ലുഹു ഷഹ്വതഹു, വല്ലവരുടെയും ദേഹേച്ഛയെ അയാളുടെ ബുദ്ധി അതിജയിച്ചാൽ ഇൽതഹഖ ബിൽ മലായിക, അവൻ മലക്കുകളോട് ചേർന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളെ പോലെ പുണ്യവാനായിട്ട് ജീവിക്കും. വമൻ ഗലബത് ശഹ്വതുഹു അഖ്ലഹു, ഒരാളുടെ ഇച്ഛ അയാളുടെ ബുദ്ധിയെ മറികടന്നാൽ, ബുദ്ധിയെ തോൽപ്പിച്ചാൽ ഇൽതഹഖ ബിൽ ബഹായിം, അവൻ മൃഗങ്ങളോട് ചെന്ന് ചേർന്നു, മൃഗങ്ങളോട് ചെന്ന് ചേർന്നു. അപ്പൊ എപ്പോഴും മനുഷ്യന്മാരുടെ ബുദ്ധി ഒരിക്കലും വികാരത്തേക്കാൾ താഴാൻ പാടില്ല. വികാരം മികച്ചു നിൽക്കാൻ പാടില്ലതല്ല, ബുദ്ധിയാണ് മികച്ചു നിൽക്കേണ്ടത്. ബുദ്ധി മികച്ചു നിന്നില്ല എങ്കിൽ മനുഷ്യൻ തറയണം, മൃഗങ്ങളെപ്പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ എന്നുള്ളതാണ്. ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന എല്ലാ അദബുകളും, എല്ലാ മര്യാദകളും, എല്ലാ ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഗുണങ്ങളും അവതരിപ്പിക്കുകയും അത് അഭ്യസിക്കുവാനും അത് സ്വഭാവമായി സ്വീകരിക്കുവാനും ഉദ്ഘോഷിച്ച മതമാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത ഒന്നുമില്ല. ഇസ്ലാം അല്ലാത്ത ഇസങ്ങളുണ്ട്, ധർമ്മങ്ങളും അതേപോലെ തന്നെ ആശയങ്ങളും ഉണ്ട്. അതിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത പലതുമുണ്ട്. ഒരു ദാർശനികന്റെ ഗ്രന്ഥം വായിച്ചപ്പോൾ മലയാളത്തിൽ ഒരു കാലത്ത് ഒരു ധർമ്മരാജാവിന്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആ ധർമ്മരാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിയിൽ എണ്ണപ്പെടുന്ന, അവരുടെ കണക്ക് പ്രകാരം, നമുക്ക് താഴ്ന്ന ജാതി മേല ജാതി ഒന്നുമില്ല, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നമ്മളിൽ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിൽ ഏറ്റവും അത്യാദരണീയൻ തഖ്വയുള്ളവനാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ ഇല്ലാ ബി തഖ്വ. ഒരു അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ തഖ്വ കൊണ്ടല്ലാതെ യാതൊരു ശ്രേഷ്ഠതയില്ല.
വലാലി അബിയദ് അല അസ്വദ് വലാലി അസ്വദ് അല അബിയദ്. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയില്ല ഇല്ലാ ബിത്തഖ്വ. വകൈഫ സാസ റുആത്തുൽ ഇബ്ലി മംലകതൻ മാ സാസഹ ഖൈസറു മിൻ ഖബ്ല ഔശാഹു സുന്നുൽ മുസാവാത്ത് ലാ അറബുൻ വലാ അജമു മാലിബ്രിഹിൻ ശറഫുൻ ഇല്ലാ ബിത്തഖ്വാഹു. എങ്ങനെയാണ് ആടുകളെ മേച്ചിരുന്ന ഒട്ടകങ്ങളെ മേച്ചിരുന്ന ഇടയന്മാരായ അറബികൾ ഒരു രാഷ്ട്രത്തിന് നേതൃത്വം നൽകുന്ന നായകന്മാരായത്? അതിൻ്റെ ഒരു കാരണം സുന്നുൽ മുസാവാത്ത്, അവർ സമത്വം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ലാ അറബുൻ വലാ അജമു, അറബി അനറബി എന്ന വ്യത്യാസമല്ല. മാലിബ്രിഹിൻ ശറഫുൻ ഇല്ലാ ബിത്തഖ്വാഹു, ഒരു മനുഷ്യനും ഒരു മഹത്വം ഇല്ല അവന്റെ തഖ്വ കൊണ്ടല്ലാതെ. അതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അങ്ങനെ താഴ്ന്ന ജാതി മേലൊരു ജാതി എന്നുള്ളതില്ല. പക്ഷെ ആ ആദർശത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ ധർമ്മരാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകളുടെ മുല വളർന്നാൽ മുലക്കരം നിശ്ചയിച്ചിരുന്നു എന്നാണ്. മുലക്കരം ഇത്ര വളരാൻ പാടില്ല അയാളുടെ ഭരണത്തിൽ. മുലക്കരം കൊടുക്കാനില്ലെങ്കിലോ ഏറെ വളർന്ന ഭാഗം ഛേദിക്കുമായിരുന്നു എന്നാണ്. അതൊക്കെ ചില ധർമ്മങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ആളുകൾ ചെയ്തിരുന്നതായ ചില ദുഷ്ടചെയ്തികളാണ്. അവരിലാണ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് അത്തരം ധർമ്മങ്ങളെ നോക്കിയിട്ട് വളരെ പിൽക്കാലക്കാരായ ചില കവികൾ പറഞ്ഞത്, ജടയുടെ സംസ്കാര പനയോല കെട്ടുകൾ പൊടി തട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരിവരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലേക്ക് അവയെ എടുത്തെറിയൂ വേഗം. കാരണം എന്താ? മനുഷ്യപ്പറ്റില്ലാത്ത, മനുഷ്യത്വത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത പല നടപ്പുകളുമാണ് അവരുടെ കൈവശമുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ചാൽ ചിതയൊരുക്കും. ജീവനുള്ള പച്ച മാംസമുള്ള പച്ച ഹൃദയമുള്ള ചോരയോടുന്ന ശരീരമുള്ള ഭാര്യയെ അണിച്ചൊരുക്കി ആ മരണപ്പെട്ടവന് ചിതയൊരുക്കിയിട്ട് അവനെ കത്തിക്കുമ്പോൾ സതി ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെയും ആ ചിതയിലേക്ക് എറിഞ്ഞിട്ട് ആ തീയിൽ ചുട്ടുകൊല്ലുന്ന സംസ്കാരം നമ്മുടെ നാടുകളിൽ നിലനിന്നിരുന്നു. സവർണൻ വഴി നടക്കുന്നിടത്ത് അവർണന് വഴി നടക്കാൻ പറ്റിയിരുന്നില്ല. ഈയിടെ വരെ പല വാർത്തകളും നമ്മൾ കേൾക്കുകയുണ്ടായി. സവർണരുടെ വഴിയിൽ ഒരവർണൻ നടന്നപ്പോൾ വിവസ്ത്രനാക്കിയിട്ട് അയാളെ മാനഭംഗപ്പെടുത്തി മാർക്കറ്റിലൂടെ ചുറ്റിച്ചൊക്കെ പത്രവാർത്തകൾ വായിക്കുകയുണ്ടായി. ദീനുൽ ഇസ്ലാം അൽഹംദുലില്ലാ അത് അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്താണ്. ഇത്തരം അസാംസ്കാരികതയുടെ, അധാർമികതയുടെ, മനുഷ്യത്വ രാഹിത്യത്തിന്റെ ലാഞ്ചന്യം നമ്മുടെ ദീൻ പഠിപ്പിച്ച ആദർശത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച അദബുകൾ മനുഷ്യത്വം എന്നുള്ള ഒരു വിഷയത്തിന് താഴെ പണ്ഡിതന്മാർ ഉണർത്തിയത് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാഫിൽ 199 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുദിൽ അഫു വഅ്മുർ ബിൽ ഉർഫ് വഅറിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്, വിട്ടുവീഴ്ച സ്വീകരിക്കുക, വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക, വഅറിദ് അനിൽ ജാഹിലീൻ, വിവരദോഷികളിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഖദ് ഇസ്തംബത്ത മിനൽ ഖുർആനി കുല്ല ഷൈ. സുഫിയാൻ ഇബ്നു ഉയൈന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഈ സുഫിയാൻ ഇബ്നു ഉയൈനയോട് ചോദിക്കുന്നത്, ഖുർആനിൽ നിന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനനം നടത്തി ഇസ്തിംബാത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഖുർആൻ പഠിച്ച് അതിൽ നിന്ന് എല്ലാ വിഷയങ്ങളും നിങ്ങൾ മനനം നടത്തി എടുത്തിട്ടുണ്ട്. ഫഹൽ വജത്തൽ മുറൂഅത ഫീഹി, ഖുർആനിൽ മുറൂഅത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യത്വത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചോദ്യം. അപ്പോ സുഫിയാൻ ഇബ്നു ഉയൈന പറയുകയാണ്, നഅം, ഞാൻ ഖുർആനിൽ മുറൂഅത്തിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. എവിടെയാണത്? അത് നമ്മൾ ഓതിയ ആയത്തിലാണ്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅറിദ് അനിൽ ജാഹിലീൻ ഫഫീഹിൽ മുറൂഅ. ഈ ആയത്തിൽ മുറൂഅത്തുണ്ട്, മനുഷ്യത്വമുണ്ട്. വഹുസ്നുൽ അദബ്, നല്ല മര്യാദകളുണ്ട്. വമകാരിമുൽ അഖ്ലാഖ്, സൽ സ്വഭാവങ്ങളുമുണ്ട്.
ഫജമഅ ഫീ ഖൗലിഹി ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കുക എന്നർത്ഥം വരുന്ന ഈ ഭാഗത്ത് സിലത്തുൽ ഖാതിഈൻ, ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കാൻ കൽപ്പനയുണ്ട്. വൽ അഫ്വ അനിൽ മുദ്നിബീൻ, കുറ്റം ചെയ്തവർക്ക് വിട്ടുവീഴ്ച ഏകണമെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യമുണ്ട്. വരിഫ്ഖു ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് മൃദുലമായി പെരുമാറണം എന്നുള്ള കാര്യം ഉണ്ട്. മാത്രമല്ല വഗൈരി ദാലിക മിന സിഫാത്ത് അൽ മുതീഈൻ, അല്ലാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ള വിശേഷണങ്ങളൊക്കെ പലതും ഈ ഖുദിൽ അഫു എന്ന് പറയുന്നതിൽ കുടിക്കൊള്ളുന്നുണ്ട് എന്നാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നിട്ട് പറയുകയാണ് വദഖല ഫീ ഖൗലിഹി വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക എന്ന ആയത്തിൽ കുടിക്കൊള്ളുന്നത് സിലത്തുൽ അർഹാം, കുടുംബ ബന്ധം ചാർത്തലാണ്. വതഖ്വല്ലാഹി ഫിൽ ഹലാൽ വൽ ഹറാം, ഹലാൽ ഹറാമിന്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് തഖ്വയുള്ളവരായി ജീവിക്കലാണ്. വഗദ്ദുൽ അബ്സാർ, ദൃഷ്ടി താഴ്ത്തലാണ്. വൽ ഇസ്തിഅദാദു ലിദാരിൽ ഖറാർ, അന്ത്യനാളിന് വേണ്ടിയിട്ട് ഈ ദുനിയാവിൽ വെച്ച് ഒരുങ്ങലാണ്. ഇതൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ വഅറിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽ നിന്ന് തിരിഞ്ഞു ജീവിക്കുക എന്ന് പറഞ്ഞതിൽ അൽ ഹദ്ദു അലാ തഖല്ലുഖിൽ ബിൽ ഹൽ, വിവേക സ്വഭാവമായി സ്വീകരിക്കുവാനുള്ള പ്രേരണയാണുള്ളത്. വൽ ഇറാദു അൻ അഹ്ലി ദുൽം, അക്രമികളിൽ നിന്ന് തിരിഞ്ഞു കളയുവാനുള്ള പ്രേരണയാണുള്ളത്. വതനസ്സുഹു അൻ മുനാസഅത്തി സുഫഹ, വിവരദോഷികളോട് തർക്കിക്കാൻ പോകുന്നതിൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു കഴിയാനുള്ള കൽപ്പനയാണ്. അതേപോലെ വ മുസാവാത്തിൽ ജഹലത്തി വൽ അഗ്ബിയ, വിഡ്ഢികൾ ഭോഷ്കന്മാർ, അവരോട് സമപ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് ഒരാൾ തന്നെ സംരക്ഷിക്കണം എന്നുള്ള കൽപ്പനയാണ് അതിലുള്ളത് എന്നാണ് ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. വഅറിദ് അനിൽ ജാഹിലി എന്ന് പറഞ്ഞാൽ വിവേകം ഒരാൾ സ്വഭാവമായിട്ട് സ്വീകരിക്കണം. അതേപോലെ അന്യായക്കാരിൽ നിന്ന് തിരിഞ്ഞു ജീവിക്കണം. അതേപോലെ വിഡ്ഢികൾ, വിവരദോഷികൾ, ഭോഷ്കന്മാർ, അവരോട് തർക്കിക്കാൻ പോകരുത്, അവരോട് സമരസപ്പെട്ട് ജീവിക്കാനും പോകരുത്. വിഡ്ഢികളോട് തർക്കിക്കാൻ പോയിട്ടുണ്ട് എങ്കിൽ, തർക്കിക്കുന്നവൻ വിവരമുള്ളവനാണ് എങ്കിൽ തർക്കം മൂത്താൽ ഇത് കാണുന്നവൻ ഇവരിൽ ആരാണ് വിഡ്ഢി എന്ന് തിരിയാതെ പോകും. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു വിഡ്ഢിനോട് തർക്കിക്കാൻ പോയി ഒരു പണ്ഡിതൻ, വിവരമുള്ള, അങ്ങനെ വിവരമുള്ളവന്റെയും വിഡ്ഢിയുടെയും ഇടയിൽ തർക്കം നീണ്ടുപോയി. പ്രേക്ഷകരായ കൗം ഇത് കാണുകയാണ്. അപ്പൊ പിന്നെ അവർ കുറച്ച് തർക്കം മൂക്കുമ്പോൾ അവർ പറയും ഇവരിൽ ഏതാണ് വിഡ്ഢി, അവർക്ക് തിരിയില്ല. ആരാണ് വിവരമുള്ളവൻ, അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വഅറിദ് അനിൽ ജാഹിലീൻ, ഇവരിൽ തിരിഞ്ഞു കളയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി മുറൂഅത്ത്, വിശുദ്ധ ഖുർആൻ പരാമർശിച്ച വിഷയമാണ്, അത് ഈ വിശുദ്ധ വചനത്തിൽ ആണ് എന്നുള്ളത് ഇவ்விதം വിശദീകരിച്ച് പറയുകയുണ്ടായി എന്നുള്ളതാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാന്റെ ഒടുവിൽ ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞു. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ വിശേഷണം പറയാണ് സൂറത്ത് ഫുർഖാന്റെ ഒടുക്കത്തിൽ. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ, അവർ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ, അതേപോലെ തന്നെ അവർ വിവരദോഷികളെ അഭിമുഖീകരിക്കുമ്പോൾ, അവർ ചെലവഴിക്കുമ്പോൾ, അവർ അള്ളാഹ്ക്കുള്ള ഹക്ക് നിർവഹിക്കുമ്പോൾ, പടപ്പുകളോട് ഇടപഴകുമ്പോൾ, ഇങ്ങനെ ഇബാദുർ റഹ്മാന്റെ ഉത്കൃഷ്ടമായ വിശേഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാന്റെ ഒടുവിൽ പറയുന്നത്. ഈ വചനങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് മനുഷ്യത്വം പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ചെയ്യുന്നത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയ സംബന്ധമായിട്ട് ഉണർത്തുന്നത്. ഇതേപോലെ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്റിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ വല്ലദീന ഹും ലിഅഹ്ദിഹിം വഅഹ്ദിഹിം റാഊൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തമ സ്വഭാവങ്ങളെയും ഉത്കൃഷ്ട മര്യാദകളെയും പഠിപ്പിക്കുന്നു. ഇവകളെല്ലാം
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ മനുഷ്യർക്ക് മനുഷ്യത്വം പഠിപ്പിക്കുകയാണ് എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഇതേപോലെ സൂറത്തുൽ ഖസസിന്റെ ഒടുക്കത്തിൽ ഖാറൂനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖാറൂൻ അറിയപ്പെട്ട സമ്പന്നനായിരുന്നു, നിഗളിച്ച് അഹങ്കരിച്ച് ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്ന വലിയ പ്രമാണിയായിരുന്നു. അയാളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താ? ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. നിഗളിക്കല്ലേ, അള്ളാഹു നിഗളിക്കുന്നവരെ ഇഷ്ടപ്പെടൂല. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. അള്ളാഹു നിനക്ക് നൽകി കുറെ സമ്പത്ത്, ആ സമ്പത്ത് അത് വലിയ ആൾക്കൂട്ടത്തിന് വഹിക്കാൻ കഴിയുന്നതിലേറെ ഭാരിച്ച സമ്പത്താണ്. അതൊക്കെ അള്ളാഹു നിനക്ക് നൽകി. അതുകൊണ്ട് നീ ആഖിറം കാംക്ഷിക്ക്, അതുകൊണ്ട് നീ പരലോകം നഷ്ടപ്പെടുത്തല്ലേ. വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ നീ നിനക്ക് ഉള്ള വിഹിതം അത് വിസ്മരിക്കേണ്ടതില്ല. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. അള്ളാഹു നിനക്ക് കുറേ സുഹൃതം ചെയ്തു, നന്മകൾ കുറേ വാരി കോരി നൽകി, അതേപോലെ നീയും അതുകൊണ്ട് ആളുകൾക്ക് സുഹൃതം ചെയ്യ്, നന്മ പ്രവർത്തിക്ക്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ഭൂമിയിൽ നീ കുഴപ്പം ഉദ്ദേശിക്കല്ലേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. കുഴപ്പം വിതക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടൂല. ഈ ആയത്ത് പണ്ഡിതന്മാർ പറയാണ്, മുറൂഅത്ത്, മനുഷ്യത്വം, അതിൻ്റെ അദബുകളെല്ലാം കൂടിക്കൊണ്ട ആയത്തുകളാണ് ഈ ആയത്തുകൾ എന്നാണ് ഖാറൂനോടുള്ള അഭിസംബോധനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായ സൂറത്ത് ഖസസിന്റെ ഒടുവിലുള്ളതായ ഈ ആയത്തുകൾ. അതേപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, സൂറത്തു നഹ്ലിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅഇദുകും ലഅല്ലകും തദക്കറൂൻ എന്ന് തുടങ്ങിയ വചനങ്ങൾ, ആ വചനങ്ങൾ അർത്ഥമാക്കുന്ന ആശയങ്ങൾ അത് മുറൂഅത്തിനെ പഠിപ്പിക്കുകയാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് എന്നുള്ളതാണ്. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൂഫൂന ബിൻ നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഈ ആയത്തുകൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ മുറൂഅത്ത്, മനുഷ്യത്വം, അതാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന വചനങ്ങളാണ് ഇവകളെല്ലാം എന്ന് ഈ വിഷയത്തെ പുരസ്കരിച്ച് സംസാരിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ട്. അപ്പൊ ദീനുൽ ഇസ്ലാം മനുഷ്യപ്പറ്റുള്ള ദീനാണ്. മനുഷ്യത്വത്തിന് വേണ്ടതെന്തോ അത് ഉദ്ഘോഷിച്ച ദീനാണ്. ഇതിൽ മനുഷ്യത്വത്തിന് നിരക്കാത്തതൊന്നുമില്ല. പിന്നെ മനുഷ്യത്വത്തെ വളർത്തുന്ന അദബുകളാണ്, അഖ്ലാഖാണ്, സ്വഭാവങ്ങളാണ്, അതേപോലെ സിഫാത്ത് വിശേഷണങ്ങളാണ്, സിയർ ചര്യകളാണ്, ഖുദ്വത്ത് മാതൃകയാണ് ഈ ദീനിലുള്ളത്. അതിനെ വളർത്തുന്ന കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ളതായ വചനങ്ങൾ, ഇതെല്ലാം കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യത്വത്തിൻ്റെ തിരുദൂതനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണത്തെക്കുറിച്ച് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു പിതാവായ അലി ഇബ്നു അബി താലിബിനോട് ചോദിക്കുകയുണ്ടായി. ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ, ഫാത്തിമയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ത്, ചര്യ എന്ത് എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു അലിയാരോട് ചോദിക്കുകയാണ്, വാപ്പനോട് ചോദിക്കുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു തആല പറഞ്ഞത് എന്താ? ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദായിമൽ ബിശ്ർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യമായി പുഞ്ചിരി തൂകുന്ന പ്രവാചകനായിരുന്നു. സഹ്ലൽ ഖുലുഖ്, നല്ല ഹൃദ്യമായ മാർദ്ദവമായ സ്വഭാവത്തിന്റെ വാക്താവായിരുന്നു. ലയ്യിനൽ ജാനിബ്, തിരുനബി മൃദുലനായിരുന്നു. ലൈസ ബിഫദ്ദിൻ വല ഗലീദിൻ, തിരുനബി പരിക്കനായിരുന്നില്ല, കഠിന സ്വഭാവിയായിരുന്നില്ല. വല സഖാബിൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹളമുണ്ടാക്കുന്നവനായിരുന്നില്ല. വല അയ്യാബിൻ, ആക്ഷേപിക്കുന്നവനായിരുന്നില്ല. വല മഷാഹിൻ, മുഷാഹിൻ, ലുബ്ധനായിരുന്നില്ല. യതഗാഫലു അമ്മാ ലാ യഷ്തഹി, തിരുനബിക്ക് ഒരു സംഗതി ഇഷ്ടമായിരുന്നില്ല എങ്കിൽ തിരുനബി അതിനെ തൊട്ട് ഗഫലത്ത് നടിക്കുമായിരുന്നു. വല യയസ് മിൻഹു റാജി വല യുഖയ്യിബു ഫി, തിരുനബിയെ പ്രതീക്ഷ വെച്ച് ഒരാൾ വന്നിട്ടുണ്ട് എങ്കിൽ അയാൾ തിരുനബിയിൽ നിരാശപ്പെടുകയോ ഇച്ഛാഭംഗപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല.
ഖദ് തറക നഫ്സഹു മിൻ സലാസ്, 3 കാര്യങ്ങൾ അത് തിരുനബി തനിക്ക് വേണ്ടെന്ന് വെച്ചു. ഒന്ന് അൽ മിറ, കുതർക്കം, വൽ ഇക്സാർ, അമിതവ്യയം, വമാ ലാ യഅനി, തന്നെ ബാധിക്കാത്ത പ്രശ്നങ്ങൾ. ഇത് തിരുനബി തനിക്ക് വേണ്ടെന്ന് വെച്ച സംഗതികളാണ്. കുതർക്കം തിരുനബി തനിക്ക് വേണ്ടെന്ന് വെച്ചു. അതേപോലെ വൽ ഇക്സാർ, അമിതവ്യയം, അതെന്താകട്ടെ. വമാ ലാ യഅനി, തന്നെ ബാധിക്കാത്ത പ്രശ്നങ്ങൾ, അതിൽ തിരുനബി ആളാകുമായിരുന്നില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് തലാഖ് ചൊല്ലിയ വിഷയങ്ങളാണ്. വതറക നാസ മിൻ സലാസ്, 3 കാര്യങ്ങളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഉപേക്ഷിച്ചു. കാന ലാ യദുമ്മു അഹദൻ വലാ യഈബുഹു, തിരുനബി ആരെയും ആക്ഷേപിക്കുമായിരുന്നില്ല. വലാ യത്ലബു ഔറതഹു, ഒരാളുടെയും കുറവ് തിരുനബി അന്വേഷിക്കുമായിരുന്നില്ല. വലാ യതകല്ലമു ഇല്ലാ ഫീമാ റജാ സവാബഹു, പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളിലല്ലാതെ തിരുനബി സംസാരിക്കുമായിരുന്നില്ല. പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടുന്ന വിഷയങ്ങളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുമായിരുന്നില്ല. വഇദാ തകല്ലം, തിരുനബി സംസാരിച്ചാൽ അത്രഖ ജുലസാഉഹു, തിരുനബിയുടെ കൂടെ ഇരിക്കുന്നവർ അവരുടെ തല താഴ്ത്തുമായിരുന്നു. കഅന്നമ അലാ റൂസിഹിം അത്തൈർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് അവർ കേൾക്കുമ്പോൾ അവരുടെ തലയിൽ പക്ഷികൾ വന്നിരിക്കുന്നത് പോലെ അവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞാൽ തലയിളക്കാതെ തല പൊന്തിക്കാതെ അവർ സാഗൂതം അത് കേൾക്കുമായിരുന്നു. തല ആട്ടിയ പക്ഷി പാറുമല്ലോ, അപ്പൊ പക്ഷി പാറാതിരിക്കാൻ എങ്ങനെ തല പിടിക്കണം, അതേ രീതിയിലായിരുന്നു തിരുനബിയുടെ സംസാരവേളയിൽ തിരുനബിയുടെ കൂടെ ഇരിക്കുന്നവർ എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഫൈദാ സകത് തകല്ലമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരം അവസാനിപ്പിച്ചാൽ അവർ സംസാരിക്കുമായിരുന്നു. ലാ യതനാസഊന ഇൻദഹുൽ ഹദീസ്, തിരുനബിയുടെ അടുക്കൽ അവർ തർക്കിക്കുമായിരുന്നില്ല. മൻ തകല്ലമ ഇൻദഹു അൻസതു ലഹു ഹത്താ യഫ്റഗ്, വല്ലവരും തിരുനബിയുടെ അടുക്കൽ സംസാരിച്ചാൽ തിരുനബി മൗനം ദീക്ഷിക്കും. ഏതുവരെ? ഹത്താ യഫ്റഗ്, സംസാരിക്കുന്നവന്റെ സംസാരം നിർത്തുന്നത് വരെ. ഹദീസുഹും ഇൻദഹു ഹദീസു അവ്വലിഹി, ഒരാൾക്കൂട്ടം വന്ന് തിരുനബിയോട് സംസാരിച്ചാൽ അവരുടെ സംസാരം അവരിൽ ആദ്യത്തെ ആളുടെ സംസാരമായിരുന്നു. ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എടി കയറിയിട്ട് സംസാരിക്കൂല എന്നർത്ഥം. അതാണ് പറയുന്നത്. യദ്ഹഖു മിമ്മാ യദ്ഹഖൂന മിൻഹു, സംസാരിക്കുന്നവർ ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുമായിരുന്നു. വയതഅജബു മിമ്മാ യതഅജബൂന മിൻഹു, സംസാരിക്കുന്നവർ ആശ്ചര്യം കൂറുമ്പോൾ തിരുനബി ആശ്ചര്യം കൂറുമായിരുന്നു. വയസ്ബിറു ലിൽ ഗരീബി അലൽ ജഫ്വതി ഫി മൻതിഖിഹി വമസ്അലതിഹി, ഒരു പരദേശി വന്ന് പരുഷമായി സംസാരിക്കുകയും പരുഷമായി ചോദിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടി അയാളുടെ മുമ്പിൽ തിരുനബി ക്ഷമിക്കുമായിരുന്നു. ഹത്താ ഇൻ കാന അസ്ഹാബു ലയസ്തജ്ലിബൂനഹും, ചിലർ അവരുടെ പരുഷമായ പെരുമാറ്റവും പരുഷമായ സംസാരവും നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് അനുചരന്മാർ അയാളെ വലിച്ചു കൊണ്ടുപോകാറുണ്ട്. പക്ഷെ എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരുഷ ഭാഷയുടെ പരുഷ പെരുമാറ്റക്കാരന്റെ മുന്നിൽ ക്ഷമിച്ചു നിൽക്കുമായിരുന്നു. വയഖൂൽ, തിരുനബി പറയുമായിരുന്നു, ഇദാ റഅയ്തും താലിബ ഹാജത്തിൻ യത്ലബുഹാ ഫഅർദിഫുഹു, ഒരാവശ്യക്കാരൻ വല്ലതും ആവശ്യപ്പെട്ട് വരികയാണ് എങ്കിൽ നിങ്ങൾ അയാളെ നിങ്ങളുടെ പിന്നിലിരുത്തിയിട്ട് കൊണ്ടുവരണം, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. വലാ യഖ്ബലു സനാ ഇല്ലാ മിൻ മുകാഫി, മതിയായ ഒരാളിൽ നിന്നല്ലാതെ തിരുനബി പ്രശംസ സ്വീകരിക്കുമായിരുന്നില്ല. വലാ യഖ്തഉ അലാ അഹദിൻ ഹദീസഹു ഹത്താ യജൂസ്, ഒരാൾ സംസാരിക്കുകയാണ് എങ്കിൽ അയാളുടെ സംസാരം അത് തീർന്നത് വരെ തിരുനബി മുറിക്കുമായിരുന്നില്ല. ഫയഖ്തഉഹു ബിനഹിൻ ഔ ഖിയാം, സംസാരം മുറിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കരുത് ഇനി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റോ അത് നിർത്തുമായിരുന്നു എന്നാണ്. ഇവിടെ അല്ലെങ്കിൽ അയാളുടെ സംസാരം അയാൾ അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റോ ആ സംസാരം മുറിച്ചിരുന്നത് എന്നാണ്. അപ്പൊ ഇതെന്തിനെ കുറിച്ചാ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, ചര്യയെക്കുറിച്ച് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അലിയാരുടെ വർണ്ണനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. ഈ വിശിഷ്ട ഗുണങ്ങൾ ഇതാണ് മനുഷ്യത്വത്തിന്റെ ആകത്തുക. എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും ഒരു മൂശയിലിട്ട് വാർത്താൽ അതിൻ്റെ പേരാണ് മനുഷ്യത്വം. അതിന് പറയാവുന്ന മറ്റൊരു പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യത്വത്തിന്റെ തിരുനബിയായിരുന്നു. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെട്ട് പനി പിടിച്ച് വിറച്ചു വന്നപ്പോൾ കല്ലാ വല്ലാഹ് ലാ യുഖ്സികല്ലാഹു അബദ, ഒരിക്കലുമില്ല അള്ളാഹു നിങ്ങൾ അപമാനിക്കുകയില്ല. ഇന്നക ലതഹ്മിലുൽ കൽ വതുഖ്രി الضيف وتصل الرحم وتعين على نوائب الحق. നിങ്ങൾ ചുമക്കുന്നവന്റെ ഭാരം ചുമക്കുന്നവനാണ്, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നവനാണ്, നിങ്ങൾ കുടുംബബന്ധം ചാർത്തുന്നവനാണ്, ആളുകൾ കാലക്കെടുതിയിലും പ്രയാസങ്ങളിലുമാകുമ്പോൾ നിങ്ങൾ സഹായഹസ്തം നീട്ടുന്നവനാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ നിങ്ങളെ ഒരിക്കലും അപമാനിക്കുകയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞ് പ്രിയതമ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. എന്താണത്? അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യത്വത്തിന്റെ പ്രവാചകനാണ് എന്നതിന്റെ മറ്റൊരു ശൈലിയിലുള്ള വിളംബരമാണ് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. ആ തിരുജീവിതത്തിന്റെ രാവും പകലും അറിഞ്ഞ, അതിന്റെ തണുപ്പും ചൂടും അറിഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ സാക്ഷ്യമാണ് ആ വരികളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ദീനുൽ ഇസ്ലാം അത് മനുഷ്യത്വത്തിന്റെ മതമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യത്വത്തിന്റെ പ്രവാചകനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. യാ റസൂലല്ലാഹ് മൻ അക്രമുൻ നാസ്, ചോദിച്ചു, തിരുദൂതരെ ജനങ്ങളിൽ അത്യാദരണീയൻ ആരാണ്? ഖാല, തിരുനബി പറഞ്ഞു, അത്ഖാഹും, ആരാണ് അത്യാദരണീയൻ? അത്ഖാഹും, അവരിൽ പടച്ചോനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുന്നവൻ ആരാണോ അയാളാണ്. ഖാലു, അപ്പൊ സഹാബികൾ ചോദിച്ചു, ലൈസ അൻ ഹാദാ നസ്അലുക്, ഞങ്ങൾ അതല്ല ചോദിക്കുന്നത്, ജനങ്ങളിൽ അത്യുദാരൻ ആര് എന്നുള്ള ഞങ്ങളുടെ ചോദ്യം അത് തഖ്വയെ കുറിച്ചല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയൂസുഫ് നബിയുല്ലാഹ് ഇബ്നു നബിയില്ലാഹ് ഇബ്നു നബിയില്ലാഹ് ഇബ്നു ഖലീലില്ലാഹ്, എങ്കിൽ ജനങ്ങളിൽ അത്യാദരണീയൻ അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. യൂസുഫ് നബി ആരാണ്? ഇബ്നു നബിയില്ലാഹ് ഇബ്നു നബിയില്ലാഹ് ഇബ്നു ഖലീലില്ലാഹ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ യൂസുഫാണ്. അദ്ദേഹമാണ് ജനങ്ങളിൽ അത്യാദരണീയൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സമയം ഖാലു, സഹാബികൾ പറഞ്ഞു, ലൈസ അൻ ഹാദാ നസ്അലുക, അതല്ല ഞങ്ങൾ ചോദിക്കുന്നത്, ഇതല്ല ചോദിക്കുന്നത്. അപ്പൊ തിരുനബി, ഫഅൻ മആദിനിൽ അറബി തസ്അലൂനി ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു, എങ്കിൽ അറബികളുടെ മഅദനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? സമ്പത്ത് അല്ലെങ്കിൽ ഖജാന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്വത്ത് എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം. അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. അറബികളിൽ ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം, ജാഹിലിയത്തിൽ ഉത്തമർ ആരാണോ അവർ തന്നെയാണ് ഇസ്ലാമിലും ഉത്തമർ. ജാഹിലിയത്തിൽ ഉത്തമർ ആരാണോ അവരാണ് ഇസ്ലാമിലും ഉത്തമർ, ശ്രേഷ്ഠർ. എപ്പോ? ഇദാ ഫഖഹു, അവർ മതത്തിൽ പാണ്ഡിത്യമുള്ളവരായ. അപ്പൊ ജാഹിലിയത്തിന്റെ ഇന്നലകളിൽ, ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ ജാഹിലിയത്തിൽ ഉത്തമരായ ഉത്കൃഷ്ടരായ പലരുണ്ട്, മാന്യരായ കുറെ ആളുകളുണ്ട്. അവർ തന്നെയാണ് ഇസ്ലാമിലും മാന്യന്മാർ. പക്ഷെ എന്ത് വേണം? ഇസ്ലാമിൽ പാണ്ഡിത്യം വേണം. ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം, ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവം, ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ, ഇബാദത്തുകൾ, ഇതിലൊക്കെ പാണ്ഡിത്യം ഉള്ളവരാകണം. അങ്ങനെയായാൽ അവരാണ് മാന്യന്മാർ എന്ന് തിരുനബി പറഞ്ഞു. ഇമാം നവവി ശറഹ് മുസ്ലിമിൽ ഈ ഹദീസ് നൽകിയതിന് ശേഷം ഈ ഹദീസിന്റെ ഷറഹിൽ പറയുന്ന ഒരു ഭാഗം ഇപ്രകാരമാണ്: ഖിയാറുഹും ഫിൽ ജാഹിലിയത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം, ജാഹിലിയത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഇസ്ലാമിലും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ. ഇദാ ഫഖഹു, അവർ പാണ്ഡിത്യമുള്ളവരായാൽ. വമഅനാഹു, അതിന്റെ അർത്ഥം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇന്ന അസ്ഹാബൽ മുറൂആത്ത്, മനുഷ്യത്വത്തിന്റെ വാക്താക്കൾ, വമകാരിമിൽ അഖ്ലാഖ്, ഉത്കൃഷ്ട സ്വഭാവത്തിന്റെയും വാക്താക്കൾ, ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ. ഇദാ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിക്കുകയും, വഫഖഹു, അവർ ദീനിൽ പാണ്ഡിത്യമുള്ളവരാവുകയും ചെയ്താൽ, ഫഹും ഖിയാറുന്നാസ്, അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ, ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടന്മാർ. അപ്പോൾ ജാഹിലിയത്തിൽ മനുഷ്യത്വത്തിന്റെ വാക്താക്കൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജാഹിലിയത്തിൽ ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെയും വാക്താക്കൾ ഉണ്ടായിരുന്നു. എല്ലാവരും
തല്ലിപ്പൊളിയായിരുന്നില്ല. ശരിയാണ്, വിഗ്രഹപൂജയിൽ, വീരാരാധനയിൽ, സൃഷ്ടിപൂജയിൽ, ഷിർക്കിൽ, അന്ധവിശ്വാസങ്ങളിൽ ആറാടിയിരുന്ന ഒരു ജനവിഭാഗം. പക്ഷേ എല്ലാവരും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും തങ്ങളുടെ ജീവിതത്തെ അടിയറ വെച്ചവരായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ജാഹിലിയത്തിലോ ഇസ്ലാമിലോ ഒരു വിഗ്രഹത്തിന് നമിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സീറയിലുള്ളത്. ചിലർ പലവിധ വിശ്വാസപരമായ വിഴുപ്പുകളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പല ഉത്കൃഷ്ട സ്വഭാവങ്ങൾ എണ്ണുമ്പോൾ അതിൽ അവർ ആളുകളായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. കള്ളും പെണ്ണുമൊക്കെ പരീക്ഷിക്കപ്പെടുന്ന വിഷയങ്ങളായിരുന്നു അന്ന്. ഇദാ മിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കറമത്തി, ഞാൻ മരിച്ചാൽ മുന്തിരി വള്ളിക്ക് താഴെ എന്നെ മറമാടണമേ എന്ന് കാമുകിയോട് വസിയത്ത് എഴുതി വെച്ച ജാഹിലി ഉണ്ടായിരുന്നു. എന്തിനാ മുന്തിരിവള്ളിന്റെ ചോട്ടിൽ അന്ത്യവിശ്രമം കൊള്ളണത്? ഇവിടുന്ന് കുടിച്ച് രമിച്ച് കഴിഞ്ഞവനാണ്. വടിയായി മണ്ണായി പിന്നെ അല്ലെങ്കിൽ മണ്ണിനടിയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കള്ള് കിട്ടൂല്ലോ. അപ്പൊ മുന്തിരിവള്ളിന്റെ വേരിറങ്ങി വന്നത് പൊട്ടിച്ച് ആ വേരിന്റെ ടേസ്റ്റെങ്കിലും, കള്ളില്ലെങ്കിലും അതിന്റെ ആ ടേസ്റ്റെങ്കിലും മരിച്ചതിന് ശേഷം ഉണ്ടാകട്ടെ എന്നുള്ള നീയത്തിലാണ് അയാളാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. പെൺമക്കളെ കുഴിച്ചു മൂടുന്നവരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അതുപോലെ ആയിരുന്നില്ല. അതിൽ ഖിയാറായ ആളുകളുണ്ടായിരുന്നു. മുറൂഅത്ത്, മനുഷ്യത്വമുള്ളവരുണ്ടായിരുന്നു. അപ്പൊ മുറൂഅത്തിന്റെയും മകാരിമുൽ അഖ്ലാഖ്, ഉത്കൃഷ്ട സ്വഭാവത്തിന്റെയും വക്താക്കൾ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുകയും ദീനിൽ ഫുഖഹാക്കൾ പാണ്ഡിത്യമുള്ളവരാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫഹും ഖിയാറുന്നാസ്, അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടന്മാർ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇതേപോലെ മറ്റൊരു ഹദീസ് അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ അഅമാലി അഫ്ദൽ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഖാല, തിരുനബി പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹ് വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസവും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമാണ്. ഖാല ഖുൽതു അയ്യുർ റിഖാബി അഫ്ദൽ, അപ്പോൾ ചോദിച്ചു, ഒരാൾ അടിമകളെ മോചിപ്പിക്കുന്നു എങ്കിൽ മോചിക്കപ്പെടേണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ അടിമ ഏതാണ്? ഖാല, അപ്പോൾ തിരുനബി പറഞ്ഞു, അൻഫസുഹ ഇൻദ അഹ്ലിഹ വ അക്സറുഹ സമനൻ, അടിമകളെ മോചിപ്പിക്കുമ്പോൾ ഏതൊരടിമയാണോ ആ അടിമയെ ഉടമപ്പെടുത്തിയ ഉടമയുടെ അടുക്കൽ ഏറ്റവും വിലപിടിപ്പുള്ളത്, ഏറ്റവും മൂല്യവത്തായത്, ആ അടിമയെ മോചിപ്പിക്കലാണ്. അപ്പൊ വില കൂടിയ മൂല്യവത്തായ അടിമകൾ, അതിനെ നോക്കി മോചിപ്പിക്കലാണ്. കാരണം അതിന് മോചിപ്പിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതിന്റെ യജമാനന്മാർക്ക്. അപ്പൊ അതിനെ നോക്കി നീ മോചിപ്പിക്കലാണ് ഏറ്റവും നല്ല അടിമ മോചനം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഇല്ലം അഫ്വൽ, അപ്പൊ ചോദിച്ചു, വിലപിടിപ്പുള്ള ഒരു അടിമയെ എനിക്ക് മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ? തുഈനു സാനിയാൻ ഔ തസ്നഉ ലി അഖ്റഖ്, ഒരു ജോലി ചെയ്യുന്നവനെ നീ സഹായിക്ക്, അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാത്തവന് നീ ഒരു സഹായം നൽക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖുൽത്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ദഉഫ്ത് അൻ ബഅദിൽ അമൽ, റസൂലേ, ഞാൻ ബലക്ഷയത്തിൽ ദുർബലതയിലായാൽ, ജോലി എടുക്കാൻ എനിക്ക് കഴിയാതായാൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ തിരുനബി പറയുകയാണ്, തക്ഫു ശർറക അനിന്നാസ്, തക്ഫു ശർറക അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് നീ നിന്റെ തിന്മ നിർത്ത്, തടഞ്ഞു വെക്ക്. ഫഇന്നഹ സദഖതു മിൻക അലാ നഫ്സിക്, ജനങ്ങളെ നീ ഉപദ്രവിക്കുന്നില്ല എങ്കിൽ അത് നിന്റെ നഫ്സിന് വേണ്ടി നീ നിർവഹിക്കുന്ന സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നിനും കഴിയില്ല, ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ ഒന്നിനും കഴിയാത്ത വിധം ഒരാൾ മൂലക്കലായാൽ, എന്താ മൂലക്കലായാൽ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, നീ നിന്റെ ഷർറ് ജനങ്ങളെ തൊട്ട് തടുക്ക്. ചില മനുഷ്യന്മാരുണ്ടല്ലോ, നാവ് അനക്കാനേ കഴിയുള്ളൂ, എന്നാലും എന്ത് ചെയ്യും? അതുകൊണ്ട് അത് മതി മൂപ്പർക്ക് മറ്റയാളെ കുറ്റം പറയാം. ശരീരം കൊണ്ട് കഴിയണ നാളിൽ എമ്പാടും ചെയ്ത് പിന്നെ മൂലക്കായി. അപ്പൊ പിന്നെ നാവുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒന്നിനും കഴിയില്ലെങ്കിൽ ജനങ്ങൾക്ക് നിന്റെ ഷർറ് നീ തടുക്ക്, എങ്കിൽ അത് നീ നിനക്ക് ചെയ്യുന്ന സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നോക്കി നിങ്ങൾ ഈ ഒരു വചനം അതെന്താണ് പഠിപ്പിക്കുന്നത്?
മുറൂഅത്തിന്റെ മനുഷ്യത്വത്തിന്റെ പ്രവാചകൻ, മനുഷ്യത്വത്തിന്റെ വരികൾ, അതിനെ വളർത്തുന്ന വിഷയങ്ങളാണ് സഹോദരന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അബൂ ഹയ്യാൻ എങ്കിൽ ഇബ്നു ഹയ്യാൻ അൽ ബുസ്തി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് റൗദത്തുൽ ഉഖല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഇബ്നുൽ ഖയ്യിമിനെ പോലെ വളരെ ദാർശനികമായിട്ട് പല വിഷയങ്ങളും അവതരിപ്പിച്ച ഒരു പണ്ഡിതനാണ് ഇബ്നു ഹിബ്ബാൻ അൽ ബുസ്തി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മനുഷ്യത്വത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ ചില ദാർശനിക വരികളുണ്ട്. അത് പറഞ്ഞ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? മുറുഅത്തിന് മൂപ്പരൊരു നിർവചനം പറഞ്ഞു. മൂപ്പര് പറയാണ് ഇതാണ് ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം എന്നാണ്. വൽ മുറുഅത്തു ഇൻദി ഖസ്ലത്താനി, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അടുക്കൽ രണ്ട് പ്രവണതകളാണ്, രണ്ട് സ്വഭാവങ്ങളാണ്. ഒന്ന് ഇജ്തിനാബു മാ യക്റഹുല്ലാഹ് വൽ മുസ്ലിമൂൻ മിനൽ ഫിആൽ. ഇജ്തിനാബു മാ യക്റഹുല്ലാഹ്, അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യം ഒരാൾ വെടിയലാണ്. വൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം ഒരാൾ വെടിയലാണ്. മിനൽ ഫിആൽ, പ്രവൃത്തികളിൽ നിന്ന്. അപ്പൊ അള്ളാഹുവിനും മുസ്ലിമീങ്ങൾക്കും വെറുപ്പുള്ള നീരസമുള്ള പ്രവൃത്തികൾ ഒരാൾ ഒഴിവാക്കലാണ് മനുഷ്യത്വം. അതാണ് ഒരു പ്രവണത. രണ്ടാമത്തേത് വസ്തിഅമാലു മാ യുഹിബ്ബുല്ലാഹു വൽ മുസ്ലിമൂൻ മിനൽ ഖിസാൽ, അള്ളാഹുവിനെയും മുസ്ലിമീങ്ങളെയും ഇഷ്ടപ്പെടുത്തുന്ന സ്വഭാവങ്ങളുണ്ട്, അതൊരാൾ പ്രയോഗവൽക്കരിക്കലാണ് മുറുഅത്ത്. അപ്പോ മനുഷ്യത്വത്തിന് രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് പ്രത്യേകതകൾ, രണ്ട് പ്രവണതകൾ. ഒന്ന് അള്ളാഹുവിനും മുസ്ലിമീങ്ങൾക്കും അനിഷ്ടകരമായത് ഒരാൾ വെടിയുക. രണ്ടാമത്തേത് അള്ളാഹുവിനും മുസ്ലിമീങ്ങൾക്കും ഇഷ്ടകരമായത് ഒരാൾ സ്വായത്തമാക്കുക, പ്രാവർത്തികമാക്കുക. ഇവ രണ്ടുമാണ് എൻ്റെ അടുക്കൽ മുറുഅത്ത് എന്ന് പറയുകയുണ്ടായി. ചിലര് പറഞ്ഞു അല്ലാ തഫ്അല ഫിസ്സിർരി അംറൻ വഅൻത തസ്തഹി അൻ തഫ്അലഹു ജഹ്റൻ. മുറുഅത്ത്, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അല്ലാ തഫ്അല ഫിസ്സിർരി അംറൻ, നീ രഹസ്യമായിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കലാണ്. ഏത് കാര്യം? വഅൻത തസ്തഹി അൻ തഫ്അലഹു ജഹ്റൻ, പരസ്യമായി ചെയ്യാൻ നീ ലജ്ജിക്കുന്നത്. പരസ്യമായി ചെയ്യാൻ ലജ്ജിക്കുന്നത് നീ രഹസ്യമാകുമ്പോൾ ചെയ്യാതിരിക്കലാണ് മുറുഅത്ത്. ആൾക്കൂട്ടത്തിൽ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ ആളൊഴിഞ്ഞിടത്ത് നമ്മൾ ഒറ്റക്കാകുമ്പോൾ ചെയ്യാതിരിക്കലാണ് മുറുഅത്ത്. ഇങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു ഹിബ്ബാൻ 2 വരി കവിത കൊടുക്കുന്നുണ്ട്. ചിലർക്ക് മുറുഅത്ത് വാപ്പാൻ്റെയും വല്യാപ്പാൻ്റെയും മുറുഅത്തായിരിക്കും. അയാൾക്ക് മുറുഅത്ത് ഉണ്ടാവില്ല, മൂപ്പർക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. പിന്നെയോ എൻ്റെ വല്യാപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു. ആ വാപ്പാൻ്റെയും വല്യാപ്പാൻ്റെയും നല്ല നടപ്പും നല്ല സ്വഭാവമൊന്നും ഇയാൾക്ക് ഉണ്ടാവില്ല. വല്യാപ്പ കാനുണ്ടായിരുന്നു എന്ന് പറയില്ലേ, അതേപോലെ വലിയ വർത്താനം പറയുന്ന ചില ആളുകളുണ്ട്. അവരെ കുറിച്ചുള്ള ഒരു കവിത കൊടുത്തതിന് ശേഷം കൊടുക്കുകയാണ് ഇബ്നു ഹിബ്ബാൻ ചെയ്യുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ആ കവിത മൻസൂർ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. അദ്ദേഹം പറയുന്നത് ഇന്നൽ മുറൂഅത ലൈസ യുദ്രികുഹ ഇംറഉൻ വരിസൽ മുറൂഅത അൻ അബിൻ ഫഅദഅഹ അമറതുഹു നഫ്സുൻ ബിദ്ദനാഅതി വൽ ഖന വനഹതുഹു അൻ തലബിൽ ഉല ഫഅതഅഹ ഫഇദാ അസാബ മിനൽ ഉമൂരി അദീമതൻ യബ്നിൽ കരീമു ബിഹൽ മുറൂഅത ബഅഹ. ഇന്നൽ മുറൂഅ, മനുഷ്യത്വം, ലൈസ യുദ്രികുഹ ഇംറഉൻ, അതൊരു മനുഷ്യന് കിട്ടൂല. എങ്ങനെയുള്ള മനുഷ്യൻ? വരിസൽ മുറൂഅത അൻ അബീൻ, വാപ്പാന്റെ സ്വത്തായിട്ട് അനന്തരമെടുത്തത് വ്യക്തിക്ക്. വാപ്പാന്റെ മുറൂഅത്തിന് ഒരാൾ അനന്തരം എടുത്ത്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മുറൂഅത്ത് ലഭിക്കുകയില്ല. എപ്പോ? ഫഅദഅഹ, വാപ്പാന്റെ അനന്തര സ്വത്ത് മുറൂഅത്തായിട്ട് മൂപ്പര് വാങ്ങിയിട്ട് അത് മൂപ്പര് മാർക്കറ്റിൽ വിറ്റ് മൂപ്പര് അതിനെ പാഴാക്കി, നഷ്ടപ്പെടുത്തി. പിന്നെ വാപ്പാക്ക് അത് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ല. അത് എന്ത് വേണം? വാപ്പാന്റെ സ്വഭാവം എടുത്തത് തന്റെ കൂടെ വേണം. അത് നഷ്ടപ്പെടുത്തിയവന് മുറൂഅത്തില്ല. എന്നിട്ട് പറയാണ് അമറതുഹു നഫ്സുൻ, അയാളോട് അയാളുടെ ഇച്ഛ പറഞ്ഞു, നഫ്സ് പറഞ്ഞു, ബിദ്ദനാഅതി വൽ ഖന, നികൃഷ്ടതകൾ പ്രവർത്തിക്കുവാനും അതേപോലെ ഖന എന്ന് പറഞ്ഞാൽ വ്യഭിചാരം, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ നഫ്സ് പറഞ്ഞു. വനഹത്ഹു, അയാളുടെ നഫ്സ് അയാളോട് വിരോധിച്ചു, അൻ തലബിൽ ഉല, ഔന്നത്യം, ഉന്നതി നേടുവാൻ, ഔന്നത്യം അന്വേഷിക്കാൻ. ഔന്നത്യം അന്വേഷിക്കുന്നതിനെ അയാളുടെ നഫ്സ് വിരോധിച്ചു, തെമ്മാടിത്തം ചെയ്യാൻ അയാളുടെ നഫ്സ് അയാളോട് കൽപ്പിച്ചു. ഫഅതഅഹ, അയാൾ എന്താ ചെയ്തത്? അയാളുടെ നഫ്സിനനുസരിച്ച് തെറ്റ് ചെയ്തു, ഔന്നത്യം അയാൾ അന്വേഷിച്ചില്ല.
ഫഇദ അസാബ മിനൽ ഉമൂരി അദീമതൻ, മഹത്തായ കാര്യങ്ങൾ അയാൾ നേടിയാൽ, എങ്ങനെയുള്ള കാര്യങ്ങൾ? യബ്നിൽ കരീമു ബിഹൽ മുറുഅ, മഹത്തായ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാന്യൻ എന്ത് ചെയ്യും? അതുകൊണ്ട് മനുഷ്യത്വം പടച്ചുണ്ടാക്കും, മനുഷ്യത്വത്തെ നിർമ്മിക്കും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അയാൾക്ക് ലഭിച്ചാൽ ബഅഹ, അയാൾ അതുകൊണ്ട് മനുഷ്യത്വം നിർമ്മിക്കാതെ അയാളത് മാർക്കറ്റിൽ കൊണ്ടുപോയി, ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. അപ്പൊ മാന്യന്മാർക്ക് മനുഷ്യത്വം ഉണ്ടാക്കാൻ ലഭിക്കുന്ന ഉത്തമമായ കാര്യങ്ങൾ അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മനുഷ്യത്വം ഉണ്ടാക്കുന്നതിന് പകരം അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഒരിക്കലും മനുഷ്യത്വമില്ല എന്നാണ് കവി പറയുന്നത്. മൻസൂർ ബിൻ മുഹമ്മദ് എന്ന കവി പറയുന്നത്. ഈ കവിത എടുത്തു കൊടുത്തിട്ട് പറയാണ്, വാപ്പ അങ്ങനെയായിരുന്നു, വാപ്പാന്റെ വാപ്പ അങ്ങനെയായിരുന്നു, പൂർവികരെങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യത്വത്തിന്റെ കഥ യോതുന്ന മനുഷ്യർ, അവരിൽ മനുഷ്യത്വത്തിന്റെ സ്വഭാവങ്ങളില്ല എങ്കിൽ അവർ മനുഷ്യത്വം നഷ്ടപ്പെട്ട, അവർക്ക് മനുഷ്യത്വം മരിപ്പറമ്പിലെ മരീചിക മാത്രമാണ്. ഇതാണ് അദ്ദേഹം ഉണർത്തുന്നത്. ഏതായാലും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഉത്കൃഷ്ട ഗുണങ്ങൾ, ഉത്തമ ഭാവങ്ങൾ, ഉത്തമ വിശേഷണങ്ങൾ, അതാണ് മനുഷ്യത്വത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആദർശങ്ങളെ ആദർശമായിട്ട് ഉൾക്കൊള്ളുക, ആശയങ്ങളെ, ഉത്കൃഷ്ട സ്വഭാവങ്ങളെ അത് നമ്മൾ സംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പുൽകുക, ഈ ദീനിൽ നമ്മൾ അഭിമാനിക്കുക. ഈ അടിസ്ഥാനങ്ങൾ, ഈ ആശയങ്ങൾ, ഈ സുന്ദരഭാവങ്ങൾ, ഉത്കൃഷ്ട സ്വഭാവങ്ങൾ, ഇതൊക്കെ അന്യമായ കുറേ ഇസങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് മനുഷ്യത്വത്തിൻ്റെ പ്രാഥമിക വരികൾ പോലും പറയുവാനുള്ള യോഗ്യത നഷ്ടപ്പെട്ട ഒരു ഭൗതിക ലോകമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യത്വം മരവിച്ച നീചപ്രവൃത്തികൾ നിർവഹിക്കുന്നതിൽ അവർ അഭിമാനം കൊള്ളുന്നത്. നമ്മൾ ദീൻ പഠിപ്പിച്ച അദബുകൾ, സ്വഭാവങ്ങൾ, മര്യാദകൾ പഠിച്ച് പുൽകി ഈ ആദർശത്തിൻ്റെ ഉത്തമ വാക്താക്കളാകുക, മനുഷ്യത്വമുള്ളവരായി ഈ ദുനിയാവിൽ പരിലസിക്കുക. ഇതാണ് ഉണർത്തുവാനും ഉപദേശിക്കുവാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ദുനിയാവിലെ സമയങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരൻ കഴിഞ്ഞ ബുധനാഴ്ച പ്രഭാതത്തിൽ ഈ ദുനിയാവിൽ നിന്ന് നമ്മളോട് യാത്ര പിരിയുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് പൊറുക്കുമാറാവട്ടെ. അദ്ദേഹം എത്തിപ്പെട്ട ബർസഖി ലോകം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗീയ അനുഗ്രഹമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആഖിറം അദ്ദേഹത്തിന് സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹം എത്തിപ്പെട്ട ഇടം അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.